ഞാൻ തെൽഹത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് കാവന്. നമ്മൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് എഞ്ചിൻ ഓവർ ഹീറ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് ആളുകൾ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ കൂടുതലായിട്ട് ഓവർ ഹീറ്റ് ആവാനുള്ള ഒരു കാരണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുവിധ ആളുകൾക്കൊന്നും അറിയില്ല ഈ ഒരു റബ്ബർ എന്തിനാണ് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് ഊരി കളയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ റബ്ബർ എന്തിനാണ് കൊടുത്തതെന്നുള്ളത് അറിയാതിരിക്കാൻ പറ്റിയ മിക്കവാറും ആളുകൾക്ക് അറിയാൻ സാധ്യതയില്ല. ഈ റബ്ബർ കറക്റ്റായിട്ട് റോയൽ എൻഫീൽഡ് ഓരോ പൊസിഷനിലും അപ്പോൾ ഈ കോർണറിലൊക്കെ കറക്റ്റായിട്ട് കോർണറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി കണ്ടില്ല, ഇത് കറക്റ്റ് ഈ ഒരു കോർണറിങ് കറക്റ്റ് രീതിയിൽ കൊടുത്ത് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു കൂളിംഗ് സിസ്റ്റമാണ്. ഈ വണ്ടി വരുന്നത് എയർ കൂൾഡ് എഞ്ചിനാണ്, ഓയിൽ കൂൾഡ് അല്ലല്ലോ, എയർ കൂൾഡ് എഞ്ചിനാണ്. വണ്ടി ഹീറ്റ് ആവുമ്പം എയർ തട്ടിയിട്ടാണ് വണ്ടി പിന്നെ കൂളാവുന്നത്. അപ്പോൾ എയർ തട്ടി കൂളാവുമ്പോൾ ഈ ഫിൻസ് റബ്ബർ ഇവിടെ ഇല്ല എങ്കിൽ, അപ്പോൾ ഇതാണ് ഈ സാധനം വരുന്നത് കേട്ടോ, ഡാമ്പർ പാഡ് എന്നാണ് പറയുന്നത്. ഓരോന്നിനും ഇതാ 46 രൂപ വെച്ച് 46, 54 അങ്ങനെ ഓരോ ഇത് എനിക്ക് തോന്നുന്നു ഒരു 500 രൂപീസിൻ്റെ ഒക്കെ നിയറസ്റ്റ് അടുത്തായിട്ട് വരും ഈ ഒരു കംപ്ലീറ്റ് റബ്ബറിന്. അപ്പോൾ ഈ പാഡ് ഇതിലേക്ക് എയർ ഉള്ളിലേക്ക് കയറി തിരിച്ച് റിട്ടേൺ വരുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അതായത് എയർ ഉള്ളിലേക്ക് നല്ല ഹൈയിൽ എയർ കയറുന്ന സമയത്ത് ഇവിടെ തട്ടി തിരിച്ചിങ്ങോട്ട് തന്നെ വരും, അതേമാതിരി ഇവിടെയും തട്ടി തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അപ്പൊ അങ്ങനെ എയർ കയറി ഇറങ്ങി അങ്ങനെ സിലിണ്ടറിനെ തണുപ്പിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഇത്. അപ്പൊ ഈ ഒരു റബ്ബർ ഏതെങ്കിലും പൊസിഷനിൽ നിങ്ങളെ വണ്ടിയിൽ ഏതെങ്കിലും പൊസിഷനിൽ, ഇപ്പോൾ ഫ്രണ്ട് പൊസിഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രണ്ട് പൊസിഷനിൽ വല്ലതും എയർ ഈ ഒരു ഡാമ്പർ പാഡ് ഇല്ല എങ്കിൽ ആ ഡാമ്പർ പാഡ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എൻജിൻ എയർ കൂൾഡ് ആണ്. എയർ കറക്റ്റ് തട്ടിയാൽ തന്നെ വണ്ടി തണുക്കുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള റബ്ബർ പാർട്സ് ഏതെങ്കിലും നിങ്ങൾ മിസ്സിങ് ഉണ്ടെങ്കിൽ, അപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഈ ഒരു ഡാമ്പർ പാഡ് മിസ്സിങ് ഉണ്ട് എങ്കിൽ ആ ഒരു റിപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, ഈ മൂലയിൽ ഇങ്ങനെ ഈ കോർണറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സെൻട്രലുണ്ട്, ഇവിടെയുണ്ട്. ഇതൊക്കെ എയർ അടിച്ചിട്ട് സിലിണ്ടറിനെ തണുപ്പിക്കുക, സിലിണ്ടറും ഹെഡും തണുപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഊരി കളയൊന്നും ചെയ്യരുത്. ഇത് ഏതെങ്കിലും ഭാഗത്ത് ഈ ഒരു റബ്ബർ ഈ ഒരു പാഡ് കുറവുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. അതേമാതിരി ഈ ഭാഗത്തും ഇങ്ങനെ ഇവിടെ ഒന്ന് മിസ്സിങ് ആണ് കേട്ടോ, ഇവിടെ ഒന്ന് മിസ്സിങ് ആണ്, അതേമാതിരി ഇവിടെ ഒന്ന് മിസ്സിങ് ആണ്. അപ്പോൾ ഈ ഒരു സംഗതി ഇത് വർക്കിന് അയച്ച എഞ്ചിനാണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യുള്ളൂ. അപ്പം എയർ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ഓട്ടൊക്കെ ഓടുന്ന സമയത്ത്, നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചൂടുള്ള എയറാണ് അടിക്കുന്നതെങ്കിലൊക്കെ വണ്ടി കുറച്ച് എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. കാരണം ചൂടുള്ള എയറും വണ്ടിക്ക് പിന്നെ സ്പീഡിലല്ല പോകുന്നതെങ്കിലും ട്രാഫിക്കിലൊക്കെ നിർത്തിയിട്ട് കുറേ നേരം സ്റ്റാർട്ടിങ്ങിലിട്ട് വണ്ടി കുറച്ച് ഓവർ ഹീറ്റ് തന്നെ കാണിക്കും. പക്ഷേ പിന്നെ റണ്ണിങ്ങിലെ സമയത്ത് കറക്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ കറക്റ്റായിട്ട് കൂളാണെന്നുണ്ടെങ്കിൽ ഈ ഡാമ്പർ പാഡ് നിർബന്ധമാണ്. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വണ്ടിയുടെ മുകളിൽ ഡാമ്പർ പാഡ് കറക്റ്റ് പ്ലേസിലുണ്ടോയെന്നുള്ളൂ, ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോയെന്നുള്ളൂ അത് നോക്കിയതിന് ശേഷം ആ സാധനം വാങ്ങിച്ചിട്ട് അവിടെ അടിച്ച് കയറ്റുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇവിടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.